നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത് നോക്കാം. റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം എന്താ ഗോ ത്രൂ ചെയ്യുന്നത്, അവർ എന്താണ് നടക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, അത് നിങ്ങളോട് മേ ബി നല്ല കോണ്ടാക്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെപ്പറേഷൻ നോ കോണ്ടാക്ട് കുറേ ആയിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചായിട്ട് നിങ്ങൾ അധികം നേരം സംസാരിക്കുന്നില്ല, അങ്ങനെ ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ സിറ്റുവേഷൻ എല്ലാവർക്കും മാച്ച് ആവും. സിംഗിൾസ് ആണെങ്കിലും ശരി, നിങ്ങൾ ലൈക്ക് മാരീഡ്, നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടി റീഡിങ് കാണുന്നതാണെങ്കിലും ശരി, അപ്പോൾ അവരുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, അവർ മാരീഡ്, ഓക്കെ, അവർ ഫാമിലി എന്ന രീതിക്ക് അവർക്ക് ഉണ്ടാവാം, നിങ്ങൾക്ക് ഉണ്ടാവാം, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, സോ ആ രീതിക്ക് എന്തും സിറ്റുവേഷൻ ആവാം, ഇവിടെ എല്ലാവർക്കും മാച്ച് ആവും. ഓക്കെ, ഞാൻ ഓവറോൾ എനർജിയാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓക്കെ, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, 10 ഓഫ് കപ്സ്, 4 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, Six of Swords, Tower, Hermit, Magician, and 8 of Pentacles. ഓക്കെ, ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആയിരിക്കാം, ഒരു കമ്മിറ്റഡ് ഫാമിലി റിലേഷൻഷിപ്പിൽ ഫാമിലിയിൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കും, മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയാം നമുക്കിവിടെ. അല്ലാത്തവർക്കും സിംഗിൾസ് ആണെങ്കിലും കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് കാണാം, ലൈക്ക് മാരേജ് അവർക്ക് ഫിക്സ് ആവുന്നുണ്ടാവാം. ഓക്കെ, മേ ബി ഫാമിലി അവർക്ക് വേണ്ടി ഒരു മാരേജ് അറേഞ്ച് ചെയ്യുന്നുണ്ടാവാം, ആ രീതിക്കും പറയാം. ഓക്കെ, കമ്മിറ്റഡ് ഒരു എനർജി വരുന്നുണ്ട് ഇവിടെ, ഫാമിലി എന്നുള്ളൊരു എനർജി വരുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം സെപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, ലേശം അകന്ന് നിൽക്കുന്നുണ്ടാവും, അവർ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പം നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും അവരൊരു ബ്രേക്ക് എടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബ്രേക്ക് എടുക്കുക മീൻസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളടുത്ത് എന്തെങ്കിലും വഴക്കായിട്ട് മാറിപ്പോയി എന്ന് പറയാം. ടവർ കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, മേ ബി നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കായിട്ട് പോയതാവാം, നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കാണാം, അവരെന്തെങ്കിലും പറഞ്ഞു കാണാം. ഓക്കെ, ഐ തിങ്ക് ഒരു ഇപ്പോൾ പേഴ്സൺ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഓക്കെ, അവർക്ക് ഇപ്പോൾ തൽക്കാലം മേ ബി കൂടുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ ഉൾവലിയുന്ന പോലെയാണ് ഇപ്പോൾ. ഓക്കെ, അവർ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പോലെയാണ് ഇപ്പോൾ, അങ്ങനത്തെ ഒരു സമയമാണ്. ഓക്കെ, ടവർ മൊമെൻറ്റ്, യെസ്, അവർ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, അവരുടെ ലൈഫിൽ ചിലപ്പോൾ പ്രോബ്ലംസ് മേ ബി ഫാമിലിയിലോ അവരുടെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പറയാം. കാരണം ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. സോ മേ ബി വർക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടാവാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കാണാം. ബട്ട് ഓക്കെ, അവർ എന്തായാലും ഇപ്പോൾ തൽക്കാലം എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന പോലെയാണ്. അവർക്ക് ഒന്നിലും അധികം സമാധാനം വേണം എന്ന രീതിക്കാണ്. ഇത് ഈ 2 കാർഡ് ഓൾമോസ്റ്റ് സെയിം പറയാം നമുക്ക്. ഓക്കെ, അവർ ഒരു റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ട് ഇപ്പോൾ തൽക്കാലം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഓക്കെ, പക്ഷെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ മേ ബി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളെ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ശരിക്കും നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു മേ ബി സിറ്റുവേഷൻ മാറി വരണം എന്നുള്ള ഒരു ആഗ്രഹം അവരുള്ളിലുണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ തൽക്കാലം ഐ തിങ്ക് അവർ ജോലി കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രോബ്ലം വന്ന് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാവും നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ലൈഫിൽ വേറെ എന്താണ് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സ്, 5 ഓഫ് വാൻഡ്സ്. ഓക്കെ, ഓക്കെ, ഇത് കുറച്ച് പേർക്ക് ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിട്ടതാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ വല്ല പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ പറയാം. ഓക്കെ, ഫാമിലി കോൺഫ്ലിക്റ്റ് വന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന രീതിക്ക് പറയാം. അതായത് നിങ്ങളുടെ ഇടയിൽ വേറെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. യെസ്, ഓക്കെ, ഓക്കെ, അവർ ക്വീൻ ഓഫ് സോൾ. ഓക്കെ, ഇത് ആക്ച്വലി നിങ്ങളുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യെസ്, സോറി, ഇത് നിങ്ങളുമായിട്ടുള്ള വഴക്കാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഓക്കെ, അവർ നിങ്ങൾ തമ്മിലൊരു കപ്പിൾ എന്ന രീതിക്ക് ഒന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി, നിങ്ങൾ തമ്മിൽ മാരീഡ് ആണെങ്കിൽ, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി വന്ന് കാണാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജി വേറെ ആരുടെയെങ്കിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ
നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു പ്രശ്നം വന്നു. ഐ തിങ്ക് മേ ബി തേർഡ് പാർട്ടി റീസൺ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വന്ന വഴക്ക് അവർക്ക് ഇപ്പോൾ വളരെയധികം അവർ ചിന്തിക്കുന്നുണ്ട് അവർ എന്ത് ചൂസ് ചെയ്യണം എന്ന രീതിയിൽ. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണോ, നിങ്ങളോട് ആക്ച്വലി ഇവിടെ ഇത് കണ്ടപ്പോഴാണ് ഞാനൊരു ഡൗട്ട് അടിച്ചത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, സോറി പറഞ്ഞ് വരലാണ്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് സോറി പറഞ്ഞ് വരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവർ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അവർ തേർഡ് പാർട്ടി ഇടയിൽ ആരെങ്കിലും ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ അടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളോട് ഒരു അപ്പോളജി പറഞ്ഞ് വരാനാണ് ആഗ്രഹിക്കുന്നത്. 6 of Wands എനർജീൻ്റെ ഇവിടെ വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഇതിപ്പോൾ ഒരേ എനർജിയിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഐ തിങ്ക് ആ ഒരു പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വളരെ രണ്ടാളും ഐ തിങ്ക് ഇപ്പോൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല, അവരും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. ഐ തിങ്ക് ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, മേ ബി തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി കാണാം. ഓക്കെ, നിങ്ങൾ അവിടെ അതൊരു ലൈക്ക് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന രീതിക്ക് നിങ്ങൾ പറഞ്ഞു കാണാം ദറ്റ് ചൂസ് ചെയ്യൂ എന്ന്. ഓക്കെ, ആരെ വേണമെന്ന് ചൂസ് ചെയ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞു കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ പേഴ്സൺ ആഗ്രഹിക്കുന്ന വിക്ടറിയാണ്. വിക്ടറി എന്ന് പറഞ്ഞാൽ സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കിയിട്ട് അവർക്ക് അതിലൊരു സക്സസ് വേണം. അതായത് നിങ്ങളോട് ഒരു നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 6 of Swords നമ്മൾ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ എന്ന് പറയാം. സോ നിങ്ങളുമായിട്ട് ഒരു നല്ല 6 ഉണ്ട് ഇവിടെ. യെസ്, വീനസിന്റെ നമ്പറാണ് 6 എന്ന് പറയുമ്പോൾ. വീനസ് നമ്പറാണ്, ലവിന്റെ നമ്പറാണ്, സ്നേഹം എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു ക്ലോസ് അറ്റാച്ച്മെന്റ് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ലൈക്ക് നല്ലോണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. അവർക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ അങ്ങോട്ട് ലൈക്ക് മാപ്പ് പറഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരായിട്ടായാലും ഓക്കെ, അവർ മാപ്പ് പറഞ്ഞ് വരാൻ ആക്ച്വലി തയ്യാറാണെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, 2 of Cups ആണ് ഇവിടെ. വളരെ ബ്യൂട്ടിഫുൾ കാർഡാണ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഇമോഷണൽ ആവുന്നുണ്ട്. നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് അവർക്ക് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. ഓക്കെ, അവർ വിഷമമുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. രാത്രി നേരത്തൊക്കെ നിങ്ങളെ ഓർക്കുക, മീൻസ് തനിച്ചിരിക്കുമ്പോൾ അല്ല. ബാക്കി സമയങ്ങളൊക്കെ ചിലപ്പോൾ വർക്കിലൊക്കെ ബിസി ആകുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്ര മേ ബി ഓർത്തൊന്നും വരില്ല. പക്ഷേ രാത്രി നേരമൊക്കെ ആകുമ്പോൾ തനിച്ചിരിക്കുന്ന സമയങ്ങളാകുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ വീണ്ടും വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻ ഐ തിങ്ക് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഐ തിങ്ക് അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് എന്താ നോക്കാം. 4 of Pentacles, 7 of Wands, Temperance and 9 of Swords. ഓക്കെ, തേർഡ് പാർട്ടി അങ്ങനെ സിറ്റുവേഷനിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിനവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഐ തിങ്ക് അതിൽ നിന്ന് വിട്ടു മാറുന്നുണ്ട് അവർ ഒന്നാമത്. ഓക്കെ, അങ്ങനെ തേർഡ് പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വിട്ടുപോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുമായിട്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ബാലൻസ് കൊണ്ടുവരാൻ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് ഒരുപാട്. തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്തതിനാൽ അല്ലെങ്കിൽ അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുണ്ട്. ഓക്കെ, അവരും നല്ലോണം വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അവർ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള റിഗ്രറ്റ് അവർക്ക് നല്ലോണം ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൈറോഫന്റ് ഉണ്ട്, എംപറർ ഉണ്ട്. ശരിക്കും കുറെ കൂടി മെച്ചുവേർഡ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഓക്കെ, അവർ മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യണം, മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഓൾറെഡി കപ്പിൾ വന്നു, 2 of Cups വന്നു. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവർ പോയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ ഇപ്പം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവരെ തെറ്റ് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈവൻ ഫാമിലി ആണെങ്കിലും തന്നെ. ഓക്കെ, ഫാമിലി ആണെങ്കിലും മേ ബി അവർക്ക് പ്രയോറിറ്റി കൊടുത്തു, നിങ്ങൾക്ക് തന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് അവരെ തെറ്റ്. അവർ നിങ്ങളുമായിട്ട് ബെറ്റർ ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് വഴക്ക് അവർക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു മെസ്സേജ് തോന്നി. നിങ്ങളോട് വഴക്കിടുമ്പോൾ അവർക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, പക്ഷെ എന്നാലും ലൈക്ക് അവർ തോറ്റ് തരൂല്ല. ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവാം. എനിക്ക് മേ ബി നിങ്ങൾ അങ്ങോട്ട് താണു പോകണം എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അങ്ങനെയല്ല. ബട്ട് ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജസ് കൂടി നോക്കാം നമുക്ക്. എന്താ വേറെ എന്തൊക്കെയാണ് സിറ്റുവേഷൻ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന. സ്ട്രെങ്ത്, ഈഗോ. യെസ്, ഈഗോ ഞാൻ പറഞ്ഞില്ലേ. ഒരു ലേശം തിങ്ക് ബിഫോർ യു ആക്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു. യെസ്, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ഓക്കെ, 8 of Cupsൻ്റെ 8 of Wandsൻ്റെ കാർഡാണ്. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അവർക്ക് നിങ്ങളെ വേണം എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇപ്പം തൽക്കാലം
നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് കുറച്ച് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അങ്ങോട്ട് ചാടിക്കേരി സംസാരിക്കാൻ പോകണ്ട. ഒന്നാമത്തെ കാര്യം എൻ്റെ ഒന്നും കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ തൽക്കാലം മിണ്ടാതെ മാറി നിൽക്കുക. ഓക്കെ, ഒന്ന് ആലോചിച്ച് മാത്രം റിയാക്ഷൻ കൊടുക്കുക. നിങ്ങൾ അവർ സംസാരിച്ച് വന്നാലും ഓക്കെ നിങ്ങൾ ആലോചിച്ച് മാത്രം റിയാക്ഷൻ കൊടുക്കുക. ആൻഡ് സ്ട്രെങ്ത് ഉണ്ട്. ചിലപ്പോൾ അവർക്ക് സ്ട്രെങ്ത് പറഞ്ഞാൽ അവർ സ്ട്രെങ്ത് വെച്ച് ബാക്കിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, കാരണം ഈഗോ ഉണ്ട് ലേശം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ തോറ്റു തരാൻ ഒരു ചെറിയ മടി ഉണ്ടാവും. അതുകൊണ്ടാണ്. ഓക്കെ, അത് മാറും. അവർക്ക് വേണം ആവശ്യം നിങ്ങളെ. അതുകൊണ്ട് അവർ തിരിച്ചു വരും എന്തായാലും. ഐ വോണ്ട് യു എന്നില്ലേ. ഓക്കെ, ഇവിടെ വന്ന കാർഡ് ദർ ഇസ് സമ്മൺ എൽസ്, തേർഡ് പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടിയിൽ അവർ പോയി, അത് ശരിയാണ്. ഓക്കെ, അത് നിങ്ങൾ സമ്മതിച്ച് നിങ്ങളത് അറിഞ്ഞു കാണാം. അറിഞ്ഞപ്പോൾ നിങ്ങളതിൽ ലൈക്ക് വഴക്കിട്ട് കാണാം. ഓക്കെ, ദാറ്റ് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഐ മെൻറ്റ് വാട്ട് ഐ സെഡ് എന്ന് പറയുന്നുണ്ട്. എന്താണത്? നോ. റീച്ച് ഔട്ട് എന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ റീച്ച് ഔട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. 1 ആണ്. ഓക്കെ, സോ ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിക്കാം. ഓക്കെ, മേ ബി ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ മെൻറ്റ് വാട്ട് ഐ സെഡ് ആൻഡ് നോ എന്ന് വന്നപ്പോൾ 5. ഓക്കെ, 5 എന്ന് പറയുമ്പോൾ നമ്മുടെ 5 ഓഫ് പെൻറ്റിക്കിൾസ് അല്ലെങ്കിൽ 5 ഓഫ് കപ്സ് എന്ന രീതിക്കായിരിക്കാം. മേ ബി തേർഡ് പാർട്ടിയോട് ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എന്നല്ല, എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക് ടു യു. യെസ് പേഴ്സൺ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയോട് അങ്ങനെ വലിയൊരു അറ്റാച്ച്മെന്റ് അല്ല. ഓക്കെ, ഒരു ഫ്ലേട്ടിങ് പോയി ചെയ്തായിരിക്കാം. ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ടൈം പാസ് ഫ്ലേട്ടിങ്ങോ വലുതും ചെയ്തായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കാണാം. തെറ്റ് അവർ വേറെ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണാം. ഓക്കെ, ബട്ട് അത് നിങ്ങൾ സ്വീകരിക്കില്ല എന്നൊരു തോന്നലുണ്ട് അവർക്ക്. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക് ടു യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർക്ക് അങ്ങനെ വേറെ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന രീതിക്ക് എടുക്കാം. ഐ വുഡ് ഡു എനിത്തിങ് ടു ഫോർ യു. ഓക്കെ, അവർ ഐ തിങ്ക് വേറെ തേർഡ് പാർട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ സീരിയസ് അല്ല. ഓക്കെ, അവർക്ക് അത് സീരിയസ് ആയിട്ടൊരു റിലേഷനോ അവർ അങ്ങനെ ഒരു തരത്തിലല്ല പോയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു ഫ്ലർട്ടിങ്ങോ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഐ വുഡ് ഡു എനിത്തിങ് ഫോർ യു എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ വിട്ട് കളയാൻ അവർ ഒട്ടും തയ്യാറല്ല. ഓക്കെ, സോ 1 ഉണ്ട് ഇവിടെ. സോ 1 and 1 നമുക്ക് എടുക്കാം. 10 and 1. ഓക്കെ, കംപ്ലീഷൻ. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി എന്തും മേ ബി തേർഡ് പാർട്ടി വിട്ട് കളയുമായിരിക്കും. അതായിരിക്കും അവർ ചെയ്യുന്നത്. ഡു യു ഈവൻ കെയർ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവർ ഒന്ന് ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ആ കെയറൊക്കെ പോയോ എന്ന രീതിക്ക് ഒരു ചിന്തയാണ് അവർക്ക്. സോറി, 2 വന്നു. ഐ ഹോപ്പ് യു വിൽ വെയിറ്റ് ഫോർ മീ ആൻഡ് ഐ നോ യു ഫ്രം സംവെയർ. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. സ്നേഹം അഗെയിൻ 6 നമ്പർ. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ വെയിറ്റ് ഫോർ മീ എന്ന് പറയുന്നുണ്ട്. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാം ഇതിൽ തന്നെ. അഗെയിൻ വെയിറ്റ്. ഓക്കെ, യാന. ഓക്കെ, അവർ കുറേ ഇൻ ആൻഡ് ഔട്ട് ചെയ്ത് കാണാം. ഓക്കെ, അതുകൊണ്ടാണ് ഐ തിങ്ക് നിങ്ങൾ ദേഷ്യം വന്ന് കാണാം. അതായത് നിങ്ങൾക്ക് അത് ഇറിറ്റേറ്റ് ആയി കാണും. എന്നിട്ട് മതി ഇങ്ങനെ കളിച്ചത് എന്ന് തോന്നി കാണാം. ഓക്കെ, അവർ ഇൻ ആൻഡ് ഔട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി കാണും. പ്ലീസ് ഗിവ് മീ ടൈം, ഐ ഹാവ് നെവർ ഫെൽ ദിസ് വേവ്. യെസ്, അവർ നിങ്ങളോട് തോന്നുന്ന പോലെ അവർക്ക് വേറെ ആരോടും തോന്നുന്നില്ല. അതാണ്. ഓക്കെ, അവർക്ക് ലൈക്ക് അത്രത്തോളം അറ്റാച്ച്മെന്റ് നിങ്ങളോടാണുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടി ഇടയിൽ മേ ബി അവർ പോയത് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഫ്ലർട്ടിങ്ങോ എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് അവർക്ക് നിങ്ങളോടുള്ള പോലെ വേറെ ആരോടും ഇല്ല. ഓക്കെ, സോ പ്ലീസ് ഗിവ് മീ സം ടൈം, ഐ ഹാവ് നെവർ ഫെൽ ദിസ്. നിങ്ങളോട് തോന്നുന്ന ഫീലിംഗ് അവർക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല. പക്ഷെ അത് അവർക്ക് ഇപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് തന്നെ സ്വയം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നത് എനിക്ക് ഇത്തിരി സമയം തരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പേടിച്ചിട്ട് അവർ വേറെ തേർഡ് പാർട്ടി യുനോ ഇത് ഉണ്ടാവുന്ന ചില സിറ്റുവേഷൻ, എല്ലാവർക്കും അല്ല കേട്ടോ. കുറച്ച് പേർക്ക് ഒരുപാട് നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകുമ്പോൾ ചിലവർക്ക് അങ്ങനത്തെ ഒരു സ്നേഹം അവർക്കത് ശീലം ഉണ്ടാവില്ല. അങ്ങനെ അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള സ്നേഹം അവർക്കത് മനസ്സിലാവും. അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലവർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരൊന്ന് ബാക്കാവും. അവർ ബാക്കായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഈ തേർഡ് പാർട്ടി പോകും. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. ഐ എം ടെറിഫൈഡ്. യെസ്, അവർ വീണ്ടും അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ നല്ല പേടിയുണ്ട്. നിങ്ങൾ അവരെ എന്ത് പറയും എന്നുള്ള പേടി അവർക്ക് നല്ലോണം ഉണ്ട്. ഓക്കെ, മേ ബി ആൻഡ് ഐ എം അഡിക്റ്റഡ് ടു യു എന്നാണ് ഇവിടെ. യു മേക്ക് മൈ ഹാർട്ട് ഫുൾ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾക്കൊരു ഓഫർ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു. കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ആൻഡ് യു മേക്ക് മൈ ഹാർട്ട് ഫുൾ. 10 ഓഫ് കപ്സ് ആയിട്ട് പറയാം. അവർ ഒരു മനസ്സ് വളരെ സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ. ഫാമിലി ആയിട്ട് കാണുന്നു എന്ന് പറയാം. ആൻഡ് ഐ എം അഡിക്റ്റഡ് ടു യു. അവർക്ക് നിങ്ങളോട് അത്രയും അഡിക്ഷൻ ഉണ്ട്. പക്ഷെ അത് അവർ ഒരു തീരുമാനം എടുക്കുന്നില്ല. അതാണ് ഇവിടെ പ്രശ്നം. ആ ഒരു തീരുമാനം ശരിക്കും അവർ അക്സെപ്റ്റ് ചെയ്ത് ശരിയാ എനിക്ക് നിങ്ങളോട് ആ ഒരു അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് സമ്മതിച്ച് നിങ്ങളോട് അടുക്കാനും അവർ ശ്രമിക്കുന്നില്ല. അതാണ് ഒരു ചെറിയൊരു അകൽച്ച വെക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ. എനിവേ, അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഓക്കെ, വെയിറ്റ് ചെയ്യാനുള്ള കാർഡ് 2 തവണ വന്നു. അവർ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ. സോ വെയിറ്റ് ചെയ്യൂ ക്ഷമയോടെ. അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ട. ഓക്കെ, അവർ വരട്ടെ. സമയമെടുത്ത് അവർ മനസ്സിലാക്കി വരട്ടെ. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരട്ടെ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.